നമസ്കാരം. നിളയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല കൂനമൂച്ചിയിൽ ആഡംബര കാറിടിച്ച് കാൽനടയാത്രികൻ മരിച്ചു. ചാലിശ്ശേരി പട്ടിശ്ശേരി സ്വദേശി ഇച്ചാരത്ത് വളപ്പിൽ കുഞ്ഞിപ്പയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തണ്ണീർക്കോട് സ്കൂളിന് മുന്നിലെ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുഞ്ഞിപ്പയെ ടൊയോട്ട ഫോർച്യൂണർ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. നിർത്താതെ പോയ കാറിനെ ഒരു സംഘം നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് നാട്ടുകാർ ചേർന്ന് കുഞ്ഞിപ്പയെ എടപ്പാളിലെ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറങ്ങാടി സ്വദേശിയുടെ കാറാണ് കാൽനടയാത്രികനെ ഇടിച്ചു വീഴ്ത്തിയത്. ഈ വാഹനം ചാലിശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വരവൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വികസന സെമിനാർ ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VG ദീപു പ്രസാദ്, P പ്രീതി ഷാജു, TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർപ്പിടം, കൃഷി, തൊഴിൽ, ഗ്രാമവികസനം, യുവജനക്ഷേമം, ആരോഗ്യം എന്നിവയ്ക്കാണ് വികസന പദ്ധതികളിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പാർപ്പിടം, കൃഷി, പട്ടികജാതി പെൺകുട്ടികൾക്ക് വിവാഹധന സഹായം, വാട്ടർ ടാങ്ക്, വൃദ്ധർക്ക് കട്ടിൽ, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, ലൈഫ് ഭവന നിർമ്മാണം, വീട് വാസയോഗ്യമാക്കൽ എന്നിവയും കരട് പദ്ധതിയിൽ ഇടം നേടിയിട്ടുണ്ട്. സാധാരണ ഞാനും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി, പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി 10-15 മെമ്പർമാരുണ്ടായാലും അപൂർവം ആളുകൾ മാത്രമാണ് അതിന്റെ പ്ലാൻ കോർഡിനേറ്ററും 1-2 ആളുകൾക്ക് മാത്രം ഒതുങ്ങിപ്പോകും. അവസാനം ഈ പദ്ധതി രേഖ കയ്യിൽ കിട്ടിയാൽ വേഗം തിരിച്ചു മറിച്ച് നോക്കും. ഞാൻ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനത്തേക്ക് വല്ലതും കിട്ടിയിട്ടോ, അതുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നല്ല വികസന സെമിനാർ ആയിരുന്നു. വന്നിട്ടില്ലെങ്കിലോ ഇത്തവണത്തെ വികസന സെമിനാർ വളരെ മോശമായി. കുറച്ച് ചോറും ചായയൊക്കെ തന്നു, അല്ലാതെ ഇപ്പം എന്താണ് ഞാൻ ഇവിടെ വരുന്ന അഭിപ്രായമില്ല, പൊതുവെ വരുന്നതാണ്. KV കണക്ട് എന്ന പേരിൽ പുതിയ കസ്റ്റമർ പ്ലാനുമായി കേരള വിഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ 5-6 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ബിസിനസ് ചർച്ചകളും കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകും. കേബിൾ TV സേവന രംഗത്ത് 35 വർഷം പിന്നിടുകയാണ്. 30 ലക്ഷം വരിക്കാറുള്ള കേരള വിഷൻ ഡിജിറ്റൽ TV ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ സേവനദാതാവാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12 ലക്ഷം വരിക്കാരുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി തുടരുന്നു. കൂടാതെ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയായ ടൂറിസം രംഗത്തേക്ക് കൂടി കടന്നുവരാൻ തയ്യാറെടുക്കുകയാണ് കേരള വിഷൻ. COAയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷന് ഇത്തവണ തിരുവനന്തപുരമാണ് വേദിയാവുക. ഫെബ്രുവരി 5-6 തീയതികളിലായി വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടി നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ആന്റണി രാജു MLA അധ്യക്ഷനാകും. തുടർന്ന് 6-ാം തീയതി കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. വഴുതക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറാണ്. 2ാമത്തെ ദിവസത്തെ ചടങ്ങ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അവിടെ വെച്ച് കേരള വിഷൻ്റെ പുതിയൊരു പ്രോജക്റ്റ് KV കണക്റ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടൊരു പുതിയൊരു പ്ലാൻ, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. അതേപോലെ തന്നെ ഇത്തവണ കേരള ടെലിവിഷൻ അവാർഡ്, അതിലെ മികച്ച ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് കേരള വിഷൻ ന്യൂസിലെ ബനേഷിനാണ്. അദ്ദേഹത്തിനുള്ള പുരസ്കാര വിതരണം അടക്കം ആ ചടങ്ങിലുണ്ടാവും. കൂടാതെ കൺവെൻഷന്റെ ഭാഗമായി ബിസിനസ് ചർച്ചകളും ഉണ്ടാകും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജുകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ ജയകുമാർ, കമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. തെരുവ് വിളക്കുകൾ മിഴിയടച്ചിട്ട് 1 മാസം. ഇരുട്ടിലായി വെള്ളിയാങ്കല്ല് പാലം. ഇരുട്ടിനെ ആഘോഷമാക്കി സാമൂഹ്യ വിരുദ്ധരും.
തൃത്താല മണ്ഡലത്തിന്റെ വിനോദസഞ്ചാര സ്ഥിരാകേന്ദ്രമായ വെള്ളിയാങ്കല്ലൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ വഴിവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് ഒരു മാസക്കാലം പിന്നിട്ടു. 3 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന പ്രദേശത്തെയാണ് അധികൃതരുടെ അവഗണന ഇരുട്ടിലാഴ്ത്തിയത്. ആകെ 295 മീറ്റർ നീളമുള്ള പാലത്തിനു മുകളിൽ 24 വൈദ്യുതി വിളക്കുകളാണുള്ളത്. എന്നാൽ വൈദ്യുതി ബിൽ കുടിശ്ശികയെ തുടർന്ന് KSEB പാലത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതാണ് തെരുവ് വിളക്കുകൾ അണയാനിടവരുത്തിയത്. 13,000 രൂപയാണ് കുടിശ്ശികയായി KSEBക്ക് നൽകാനുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. കുടിശ്ശികയെ തുടർന്ന് KSEB വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒരു മാസക്കാലമായി പാലം ഇരുട്ടിലാണ്. ഇതോടെ ഇരുട്ടുവീണാൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് സന്ദർശകരുമെല്ലാം പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പ്രകാശത്തെ വേണം ആശ്രയിക്കാൻ. പാലം ഇരുട്ടിലായത് വിനോദസഞ്ചാരികളുടെ എണ്ണവും ഗണ്യമായി കുറച്ചിട്ടുണ്ട്. എന്നാൽ സാമൂഹ്യ വിരുദ്ധർ മാത്രം ഇവിടുത്തെ ഇരുട്ടിനെ ആഘോഷമാക്കി മാറ്റുകയാണ്. പുഴയിൽ മദ്യപിക്കാനെത്തുന്നവർക്കും മറ്റ് ലഹരി ഇടപാടുകൾക്കുമെല്ലാം പാലത്തിലെ ഇരുട്ട് മറയൊരുക്കുകയാണ്. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് ദേശോത്സവത്തിന് 2 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന കൂറ്റനാട് ദേശോത്സവത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് 2 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതോടൊപ്പം ദേശോത്സവം സുഗമമായി നടത്താനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ കീഴിൽ ഇത്തവണ 28 ഉപകമ്മിറ്റികൾക്കും ഇവയ്ക്ക് കീഴിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 48ഓളം ഗജരാജന്മാരും എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉത്സവപ്രേമികൾ ദേശോത്സവം കാണാൻ കൂറ്റനാടെത്തുമെന്നാണ് പ്രതീക്ഷ. ആഘോഷ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായ എല്ലായിടത്തും നിരവധി നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ്, വൈദ്യുതി വകുപ്പ്, ജലവിഭവ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഉത്സവത്തിന്റെ ഭാഗമായി നാളെ ആലപ്പറമ്പിലും മറ്റന്നാൾ കോടനാടും ഗാനമേളകൾ നടക്കും. 6-ന് കൂറ്റനാട് വലിയപള്ളി പരിസരത്ത് നിന്ന് വൈകിട്ട് 6 മണിക്ക് ഘോഷയാത്ര തുടങ്ങും. രാത്രി 10 മണിയോടെ തൃത്താല റോഡിൽ വിശാലമായ പാടത്ത് ഗജസംഗമം നടക്കും. ദേശോത്സവം വൻ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രവി കുന്നത്ത്, PA അബ്ദുൾ ഹമീദ്, KV ഗഫൂർ ന്യൂബസാർ, VP അബ്ദുൾ ജബ്ബാർ, PC അജയൻ, രവി മാരാത്ത് എന്നിവർ അഭ്യർത്ഥിച്ചു. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 തദ്ദേശ മന്ത്രി MB രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ഹോം കെയർ ആവശ്യത്തിന് സംഭാവനയായി ലഭിച്ച വാഹനം CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറും. സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ K ജയരാജ് ചാലിശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാം എന്ന പുസ്തകം സൊലൈസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്യും. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമ സിൽജ, SMK തങ്ങൾ, ദിനേശൻ എറവക്കാട്, അജയൻ ചാലിശ്ശേരി എന്നിവർ സംസാരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പകൽ 3-ന് നടക്കുന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാജീവ് പള്ളുരുത്തി, ഷാജി തലോറ, മുസ്തഫ തൊപ്പര, K രവീന്ദ്രൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് വാദ്യസദസ്സിൽ കലാമണ്ഡലം ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കല്ലടത്തൂരിന്റെ തായമ്പകയും അരങ്ങേറും. നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. 9,000 ചതുരശ്രയടി വിസ്തൃതിയിൽ 3 നിലകളിലായാണ് ചാലിശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണിയിൽ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടയത്തുവളപ്പിൽ സക്കീർ വാടകയില്ലാതെ നൽകിയ കെട്ടിടത്തിലാണ് 6.5 വർഷമായി സഹയാത്ര പ്രവർത്തിച്ചു വരുന്നത്. ആധുനിക ഉപകരണങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 OPയുമാണ് ഒരുക്കിയിട്ടുള്ളത്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകും. വാർത്താസമ്മേളനത്തിൽ സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവെ, C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റവും അന്നദാന മണ്ഡപ സമർപ്പണവും നടന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ കൊടിയേറ്റമാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. പന്തല്ലൂർ നാണിക്കുട്ടി അമ്മയുടെ സ്മരണാർത്ഥം മകൻ PN രാമൻ പന്തല്ലൂർ നിർമ്മിച്ചു നൽകിയ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. തുടർന്ന് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി
PN രാമനെ തന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമയബന്ധിതമായി അന്നദാന മണ്ഡപം നിർമ്മിച്ചു നൽകിയ K കൃഷ്ണകുമാറിനെയും P സുബ്രഹ്മണ്യനെയും PN രാമൻ പൊന്നാടയും പാരിതോഷികവും നൽകി ആദരിച്ചു. ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്ക് ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്ത കസേരകളുടെ സമർപ്പണവും ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് നാരായണനെ ആദരിക്കലും ക്ഷേത്രം തന്ത്രി നിർവഹിച്ചു. തുടർന്ന് കലാകേന്ദ്രം ഓങ്ങല്ലൂർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. വൈകുന്നേരം 6 മണി മുതൽ തിരുവാതിരക്കളി, ഗൗരി നമ്പൂതിരി, പാർവതി അനൂപ്, നീലിമ ശ്രീജിത്ത് എന്നിവരുടെ മോഹിനിയാട്ടം, നിത്യതി സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഭരതനാട്യ കച്ചേരി, അഭയനാഥും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറും. വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും പെൻഷൻകാർക്ക് ലഭിക്കേണ്ട കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSSPU പരദൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. പള്ളിപ്പുറം CELP സ്കൂളിൽ ചേർന്ന സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TR വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർ C അച്യുതൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി PT രവീന്ദ്രനാഥൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ U മുഹമ്മദ് കുട്ടി വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് M ലീല അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പെൻഷൻ അംഗം ഡോക്ടർ PV രാമൻകുട്ടി രചിച്ച കാഴ്ചയുടെ ജാലകങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആകാശവാണി തൃശൂർ സ്റ്റേഷൻ മുൻ ഡയറക്ടർ ഡോക്ടർ TT പ്രകാശൻ നിർവഹിച്ചു. മികവ് നേടിയ പെൻഷൻകാരായ പ്രൊഫസർ P ഗംഗാധരൻ, ഡോക്ടർ P രാമൻകുട്ടി എന്നിവരെ ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ, ബ്ലോക്ക് ട്രഷറർ KS വിജയൻ, സംസ്ഥാന കൗൺസിലർ T ശാന്തകുമാരി, KC അലി ഇക്ബാൽ, ഡോക്ടർ PV രാമൻകുട്ടി, NM ദിനേശൻ, PM വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി TR വിശ്വനാഥിനെ പ്രസിഡന്റായും TP കുഞ്ഞുമുഹമ്മദ്, P രാമചന്ദ്രൻ, D ഹേമലത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും PT രവീന്ദ്രനാഥൻ സെക്രട്ടറിയായും PM വിഷ്ണു, K രാജഗോപാലൻ, KK ശോഭന ദിവാകരൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും U മുഹമ്മദ് കുട്ടിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ഫെബ്രുവരി 19 മുതല പഞ്ചായത്തിൽ വെച്ച് നടത്തുന്ന KSSPU പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം വിജയിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. വെള്ളിയാങ്കല്ല് പാലത്തെ ഇരുട്ടിലാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി പാലത്തിന് മുകളിൽ ജനകീയ നാട്ടുതീ പ്രതിഷേധം നടത്തി. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷനായി. PV മുഹമ്മദ് അലി, PM മധു, CT സൈദലവി, M മണികണ്ഠൻ, CK കുഞ്ഞഹമ്മദ്, CP മുഹമ്മദ്, PK ബഷീർ, PV ഇർഷാദ് ബാബു, NM വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി പ്രാവശ്യം ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തെരുവ് വിളക്കുകളുടെ കത്താത്ത ശോചനീയ അവസ്ഥ അധികാരികളുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് വളരെ നിഷേധാത്മകമായ നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ അറിയിപ്പാണ്, സൂചനയാണ് ഈ സമരം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് തൃത്താലയിലെ വെള്ളിയാങ്കല്ല് പാർക്ക് എന്നുള്ളത്. ആ വെള്ളിയാങ്കല്ല് പാർക്ക് തിരിക്കുന്ന സന്ദർശനത്തിന് വേണ്ടി ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന പൈസ മാത്രം മതി ഇവിടുത്തെ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. അതുപോലും ചെയ്യാതെ ഇവിടെ വരുന്ന സഞ്ചാരികളെയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് വീണ്ടും ഈ വൈദ്യുതിയുടെ കണക്ഷൻ കൊടുത്തുകൊണ്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവിടെ വെളിച്ചമുണ്ടാക്കുന്നതിൽ ഉള്ള നിസ്സംഗതയാണ് മന്ത്രി, ഈ പ്രദേശത്തെ മന്ത്രി കൂടിയായിട്ടുള്ള രാജേഷിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതോടെ നിളയുടെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.